ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. പാചകം ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുന്ന ചില ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പം കറിയിൽ ഉപ്പ് കൂടി പോകുന്നത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പം അങ്ങനെ കറിയിൽ ഉപ്പ് കൂടി പോയാൽ കുറച്ച് അരിപ്പൊടി വറുത്തത് ചേർത്താൽ മതി. അത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് കുറയും. അതുപോലെ തൈരിന് പുളി കൂടി പോയാൽ അല്പം വെള്ളം ചേർത്ത് അനക്കാതെ അരമണിക്കൂർ വെക്കുക. പിന്നെ കനം കുറഞ്ഞ ഒരു തുണിയിലൂടെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ പുളി ഇല്ലാത്ത കട്ടത്തൈര് നമുക്ക് ലഭിക്കും. അപ്പൊ പുളി കൂടി പോയാൽ കുറച്ച് വെള്ളം ചേർത്ത് അനക്കാതെ അരമണിക്കൂർ വെക്കുക. എന്നിട്ട് കനം കുറഞ്ഞ തുണിയിലൂടെ അരിച്ചെടുക്കുക. പിന്നെ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിന്റെ നിറം നഷ്ടപ്പെടാറുണ്ട്. അപ്പം ആ വേവിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ നിറം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. പിന്നെ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിൽ ചേർക്കാനുള്ള ക്രീം ഇല്ലെങ്കിൽ പാലിൽ ഇച്ചിരി വെണ്ണ ചേർത്ത് ഇളക്കിയിട്ട് അത് ചേർക്കാം ക്രീമിന് പകരമായിട്ട്. അതേപോലെ നമുക്ക് പാൽപ്പാടയ്ക്ക് പൊങ്ങി കിട്ടാനായിട്ട് പാല് തിളപ്പിച്ച് ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ പാൽപ്പാട. അങ്ങനെ ദിവസേന ഈ പാട എടുത്ത് വെച്ചിട്ട് ഇത് മാസത്തിൽ ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ വെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് പാല് തിളപ്പിച്ച് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പാൽപ്പാട കിട്ടും. ഈ ഓരോ ദിവസത്തെ പാൽപ്പാട നമ്മൾ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. എന്നിട്ട് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ സമയം അനുസരിച്ചിട്ട് അത് അടിച്ചെടുക്കുക. അപ്പൊ നല്ല വെണ്ണ കിട്ടും. പിന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ബാർലിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും. അതേപോലെ തന്നെ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിയുടെ ഒപ്പം ബാർലി പൊടിച്ചത് ചേർത്താലും നല്ല രുചി ഉണ്ടാവും.